കഴിഞ്ഞ മുഖ്യമന്ത്രിയോടും പോലീസിലെ മേധാവികളോടും അതുപോലെ സൈബർ സെല്ലിലുള്ള ആളുകളോടും എല്ലാവരോടും ചോദിക്കുന്ന കാര്യം, ഈ താഴെ കാണുന്ന ഈ ഒരു വീഡിയോ നമ്മുടെ സ്വന്തം KSRTC ബസ്സാണ്. ആ ബസ്സിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചിരിക്കുന്നത് ഒരു ഇല്ലീഗൽ ബെറ്റിംഗ് ആപ്പിന്റെ പ്രൊമോഷനാണ്. ആ ഒരു സ്റ്റിക്കറാണ് ആ ബസ് നിറയെ പതിച്ചു വെച്ചിരിക്കുന്നത്. ആ ബസ്സിനെ നിങ്ങൾക്ക് ഇല്ലാണ്ടാക്കാനായിട്ട് സാധിക്കുമോ? ആ ബസ്സിൽ ഈ സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട് ഇതിന്റെ തലതൊട്ടപ്പന്മാർ കുറെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. എവിടെയായിരിക്കും ഇതിനു വേണ്ടി പൈസ അടച്ചിരിക്കുന്നത്? ഇതെല്ലാം ആരുടെയും പോക്കറ്റിലേക്ക് വീഴുന്നതല്ലോ, സർക്കാരിന് വരുന്ന കാശല്ലേ, ഈ KSRTCയിലേക്ക് വരുന്ന കാശല്ലേ. അപ്പൊ നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ബെറ്റിംഗ് ആപ്പിനെ കേരളമൊട്ടാകെ ഓടി നടന്ന് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബസ് പോകുന്ന വഴിയെ എല്ലാം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ അക്കൗണ്ട് പൂട്ടിച്ചതുപോലെ KSRTC പൂട്ടുവോ സാറേ? പോലെ അടുത്ത ഒരെണ്ണം കൂടെ തരാം. ഈ താഴെ കാണുന്നത് കണ്ടോ, മാതൃഭൂമിയാണ്. മാതൃഭൂമി വരിക്കാരുടെ മുന്നിലേക്ക് അവരുടെ ഫ്രണ്ട് പേജ് മുഴുവനായിട്ട് ക്ലാസന്റെ ഫേവറേറ്റ് ആപ്പാണെന്ന്, ഈ ക്ലാസൻ ആരാണെന്ന് പോലും അറിയാത്ത ചില ആളുകളായിരിക്കും ചിലപ്പോൾ വാർത്തകൾ വായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പത്രം വരുത്തുന്നത്. അതിന്റെ ഫ്രണ്ട് പേജ് കാശ് വാങ്ങിച്ചുകൊണ്ട് പ്രൊമോട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ പറയുന്ന ബെറ്റിംഗ് ആപ്പാണ്. നിങ്ങൾ എന്ത് ചെയ്യും? മാതൃഭൂമി പൂട്ടുവോ സാറേ? പണ്ടുള്ള ആളുകൾ ഒരു കാര്യം പറയും, സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് മതി മറ്റുള്ളവന്റെ കണ്ണിലെ കരടെടുക്കുക എന്നുള്ളത്. KSRTC പോലെയുള്ള ഒരു സർക്കാർ വകുപ്പിന് എന്ത് സാമൂഹിക പ്രതിബദ്ധതയാണ് ഇതിനകത്തൂടെ നിങ്ങൾ കാണിക്കുന്നത്? ഇതിന് എന്ത് നടപടി എടുത്തു എന്നുള്ളത് MVDയോ പോലീസോ, നിങ്ങൾക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉണ്ടല്ലോ. ചില സാധനങ്ങൾ ചെയ്തു കഴിയുമ്പോഴത്തേന് മാസ് BGM ഒക്കെ ഇട്ടിട്ട് നമ്മുടെ കേരള പോലീസിന്റെ ഒക്കെ പേജിൽ കാണിക്കാറുണ്ടല്ലോ. അതുപോലെ തന്റെ ഇടം ഉണ്ടോ ഈ സ്റ്റിക്കർ ഇങ്ങനെ? എന്തിനേറെ പറയും, നമ്മുടെ പഴയ ടൂറിസ്റ്റ് ബസ്സിന്റെ കേസ് വന്ന സമയത്ത് അവരുടെ സ്റ്റിക്കർ പറിക്കുന്ന സാധനങ്ങളെയൊക്കെ എടുത്തു വെച്ചിട്ട് നിങ്ങൾ കുറച്ച് റീലൊക്കെ ആക്കിയിരുന്നല്ലോ. അതുപോലെ ഈ ബസ്സിന്റെ ഈ സ്റ്റിക്കർ ഇങ്ങനെ വലിച്ച് പറിക്കുന്നത് ഒരു മാസ് BGM ഒക്കെ ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? പറ്റുമോ? വീടിന്റെ മോന്തായം വളഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളെ വളഞ്ഞു പോകും എന്നാണല്ലോ പഴമക്കാർ പറയുന്നത്. അതുകൊണ്ട് മോന്തായം ആദ്യം ഒന്ന് നേരെയാക്കാനായിട്ട് ശ്രമിക്ക്. അതിനുശേഷം മതി വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്നത്.